ഹലോ ഗൈസ്, കൊള്ളാവോ ഇത്? ദേ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് ദേ ചെരുപ്പ് എടുക്കാൻ വന്നപ്പോഴേക്കും അമ്മ ഓരോ കളക്ഷൻസ് ഇങ്ങനെ കല്ലിട്ട് നോക്കുമ്പോൾ ഡാഡി എവിടെ നിന്ന് പറയുന്നുണ്ട്, നീ ഇവിടെ വന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കും, നിനക്ക് എടുക്കാനല്ലല്ലോ വന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ദേ ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കട്ടെ ഡാഡി, പുതിയ കളക്ഷൻസ് ഒക്കെ വന്നേക്കുന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഇതും കൊള്ളാം. പിന്നെ ദേ അടുത്തതൊക്കെ ഓരോന്നോരോന്ന് കാണിക്കുന്നുണ്ട്. നല്ല പൂക്കി ടൈപ്പ് ചെരുപ്പുകളായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അവസാനം ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഞാൻ കാണിക്കാൻ കേട്ടോ, പക്ഷെ ഞാൻ എടുത്തില്ല. നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് ഷൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. എന്താ ലൂക്കർ ടൈപ്പോ അങ്ങനത്തെ എന്തോ ഷൂ, ബട്ടർഫ്ലൈയുടെ ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ വേറൊരെണ്ണം കൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് ഒരു 500 സംതിങ് 600 സംതിങ് ഒക്കെയാണ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഡാഡി എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങളിത് ഈ പള്ളിപ്പെരുന്നാളിന് പോയ വഴിയെ ഒരു വേഷത്തിൽ ഓടി വന്നതാണ് കേട്ടോ. അപ്പം ഇവനെ ഇങ്ങനത്തെ ലൂക്കറിൻ്റെയോ അങ്ങനെ എന്തൊക്കെയോ മോഡൽ പറഞ്ഞു കേട്ടോ. അതിൻ്റെ മോഡലൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ കമൻറ്റ് ബോക്സ് ചെയ്യുക. ഇങ്ങനെ ഈ നമ്മുടെ സ്കൂൾ ടൈപ്പ് ഷൂ കേട്ടോ, ഒട്ടിക്കുന്നത് ലേസ് ഇല്ലാത്തത്, അത് നോക്കാൻ വേണ്ടിയിട്ട് കയറി ക്ഷീണിച്ചു കേട്ടോ. 5-6 കടയിൽ കയറി ഇറങ്ങി അവസാനം ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. നമ്മുടെ തോപ്പുംപടിക്കയിലുള്ള ഏത് കടയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് ട്രൈ ചെയ്തു, ഇത് 500 അങ്ങനെ എന്തൊക്കെയാണ് റേറ്റ്. പക്ഷെ അത് ഡാഡിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം എനിക്കും ഡാഡിക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ. പക്ഷെ അവനും ഇത് മതി മമ്മി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെ ദേ ഈ കടയിൽ നിന്ന് ഇത് ഉപേക്ഷിച്ച് ഞങ്ങൾ അടുത്ത കടയിലോട്ട് കയറി. പിന്നെ ദേ ഇവിടെയും വന്ന് ചോദിച്ച് പോസ്റ്റ് തന്നു. അവിടെയും ഈ പറഞ്ഞ ടൈപ്പ് സാധനം ഇല്ല എന്നും പറഞ്ഞ് ഇത് മാർസണാന്ന് തോന്നുന്നു കേട്ടോ. അവിടെയും കയറി, അവിടെയും ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി അടുത്ത കടയിൽ കയറി. അങ്ങനെ ഒരു 5 കടയിലോളം കയറി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഓരോ കടയിൽ കയറുമ്പോഴും ഓരോ വീഡിയോസ് എടുക്കും. അവിടെ ഇരുന്ന് എനിക്ക് ബാഗ് നോക്കി പിന്നെ അടുത്ത കടയിൽ കയറി. അവസാനം ഈ കടയിൽ കയറിയപ്പോൾ ദേ അവൻ ഈ സാധനം ഇന്ന് ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് എടുത്തു തന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് താങ്ങുന്നതല്ലായിരുന്നു. നമ്മളൊരു ബഡ്ജറ്റിൽ വന്ന്, പക്ഷേ ഇതിത്തിരി റേറ്റ് ആയി കേട്ടോ. നമ്മളൊരു 500 സംതിങ് ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ അതിലിത്തിരി കൂടി വെയിറ്റ് ആയി. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടതല്ലേന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ചെരുപ്പെടുക്കൽ യുദ്ധമായിരുന്നു. ദൈവമേ, ഇവൻ്റെ കാലിൽ അളവുള്ളതോ അല്ലെങ്കിൽ സൈസ് അങ്ങനെയൊന്നും കിട്ടാതെയല്ല കേട്ടോ. ഈ പറഞ്ഞ മോഡലിന് ഈ കിടന്ന് പാടുപെടേണ്ടി വന്നു. കാരണം ഈ ഒട്ടിക്കുന്നത് എളുപ്പപ്പണിയാണല്ലോ, ഈ കെട്ടുന്നത് ഇച്ചിരി പാടാണല്ലോ, അതുകൊണ്ടിട്ടെ. അപ്പോൾ അയാളുടെ മനസ്സും മുഖവും ഒക്കെ ഹാപ്പിയായി. അതിപ്പോൾ ഭയങ്കര ത്രില്ലിങ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തോപ്പുംപടിക്കയിലുള്ള കട. അപ്പോൾ അടുത്ത ഷർട്ട്സിൽ കാണാൻ. ചാച്ചാ, ബൈ ബൈ, താങ്ക് യു.